ഗൈസ് ടിജൂസ് വ്ലോഗിലെ പുതുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതാക്കിട്ട് നിൽക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാശ്മീരിലേക്ക് പോകാനാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് കൊച്ചി ടു ഹൈദരാബാദ് ടു ശ്രീനഗർ. ധ്യാൻകുട്ടന് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാകുമ്പം ധ്യാൻകുട്ടൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ധ്യാൻകുട്ടന് ഈ ട്രോളിയൊക്കെ ഉരുട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അവൻ വഴക്കിട്ട് എനിക്ക് ട്രോളി ഉരുട്ടണമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ധ്യാൻകുട്ടൻ്റെ ഈ ട്രോളി ഉരുട്ടാൻ കൊടുത്ത്. പക്ഷേ എനിക്കും ട്രോളി ഉരുട്ടാൻ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ട്. അവൻ എനിക്ക് വേണം ഞാൻ വഴക്കിടുമ്പോൾ അവനും അതുപോലെ തന്നെ വഴക്കിടുമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സമ്മർ വെക്കേഷനിൽ അച്ഛനും അമ്മയും കൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വീട്ടിൽ എന്നെ ധ്യാൻകുട്ടനെ കൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകും. നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് ദിവസത്തെ ട്രിപ്പാണ്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഞങ്ങൾ കുറേ ഫ്ലൈറ്റൊക്കെ കണ്ടു കേട്ടോ. ധ്യാൻകുട്ടനും അതും കണ്ട് ഭയങ്കര എക്സൈറ്റ്. അവൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട് ഫ്ലൈറ്റിനകത്തും ഒക്കെ. തായ്ലൻഡിലും ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട് ഫ്ലൈറ്റിനകത്ത്. പക്ഷെ നമ്മുടെ ധ്യാൻകുട്ടൻ ഫസ്റ്റ് ടൈം വേണ്ട നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് അവൻ കുറേ ഫ്ലൈറ്റ്സൊക്കെ കണ്ടിട്ട് അവൻ കിടന്ന് ചിരിക്കുമായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന ഒരു ത്രില്ലിലാണ് അവൻ നിൽക്കുന്നത്. അപ്പം ധ്യാൻകുട്ടോ ആദ്യമായിട്ടാണോ കയറുന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ പോയില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. അവനറിയത്തില്ല, ചിലപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയായിരിക്കുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കൂടെ കഴിച്ചു തരാമെന്ന് പറഞ്ഞ് അത് നമ്മൾ ഫുഡ് കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ 12 മണിക്ക് നമ്മുടെ ഫ്ലൈറ്റ് പോകും. അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം നമുക്ക് ഫുഡ് ഈ വെറുതെ കാഴ്ച കളിക്കാണ്. ലോഞ്ചാട്ടോ എർത്ത് ലോഞ്ചാട്ടോ. നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ഇരുന്നിരിക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ആണ് നമ്മുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് ഗൈസ്. അയ്യോ, കുറേ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മള് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറേ ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാരൊക്കെ കയറുന്നത് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് ധ്യാൻകുട്ടൻ പറയുന്നത്. ഫ്ലൈറ്റ് പറഞ്ഞത് ഈ സ്ഥലം ഒരു ഫ്ലൈറ്റ് കൊണ്ട പോകുന്നു, ഒരു ഫ്ലൈറ്റ് താണ്ട് പോകുന്നു. അമ്മയും അച്ഛനും കൂടെ ഉള്ള ലോഞ്ചിൽ അമ്മയും അച്ഛനും ധ്യാൻകുട്ടൻ എല്ലാവരും കേട്ടോ. ഫ്ലൈറ്റ് കയറണ എന്റെ നമ്മുടെ ഫുഡ് ബൊഫെ സിസ്റ്റം പോലെയാണ് കേട്ടോ. ബൊഫെ പോലെയാണ്. അപ്പം പിന്നെ മസാല ഓംപ്ലേറ്റ്, വെജിറ്റബിൾ സ്റ്റൂവ്, കള്ളപ്പം, കടലക്കറി, പിന്നെ ഉപ്പുമാവ്, സാമ്പാർ കറി, പൊറിച്ച്, പിന്നെ ജ്യൂസാണ് ഇടുന്നത്. ഒന്നൊക്കെ ജ്യൂസാണ്. ബ്രെഡ് ഉണ്ട്, ഡീറ്റോക്സ് വാട്ടർ, ലൈം വാട്ടർ, പിന്നെ ചോക്കോസ്, ലേസ് പോലെ എന്തൊരു സംഭവം. അത് നമ്മൾ ഇത്രയാണ് ഫുഡ്. അപ്പം നമുക്ക് ഓരോ ഫുഡ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അങ്കിളാണെങ്കിൽ ഞങ്ങൾ ടിക്കറ്റൊക്കെ മേടിച്ച് ചെക്ക് ചെയ്യുമായിരുന്നു.
അപ്പോൾ ദ്യാക്കുട്ടൻ ആദ്യം കയറി, അച്ഛനും കയറി, ഞാൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. We request you to keep bags in ഹായ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കാശ്മീർ ശ്രീനഗറിലെത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ സ്ട്രിക്ട്ലി റിജക്റ്റഡ് ആണ്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വഴക്ക് കിട്ടി. ഇനിയും വീഡിയോസ് എടുത്ത പൊട്ടാളക്കാരെ വന്ന് നമ്മുടെ ഫോണെല്ലാം മേടിച്ചുകൊണ്ട് പോകും. അപ്പം നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിചാരിച്ച വലിയ തണുപ്പൊന്നും കാണത്തില്ല, ഏപ്രിൽ മെയ് സീസണല്ലയോ, ഡിസംബറിലേക്കാൻ നല്ല തണുപ്പൊന്നും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല തണുപ്പുണ്ട് ഇവിടെ. ഈ കണക്കിന് ഡിസംബറിലൊക്കെ അടിപൊളി തണുപ്പായിരിക്കും. ഇപ്പം തന്നെ നല്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചേക്കുണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗാ? ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ? ഉണ്ടോ ഗൈസ്, നമ്മുടെ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നത്. നമ്മൾ കാശ്മീർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഈ വലിയ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നത് നമ്മൾ കണ്ട്. ഈ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തോ ഒരു ഫീൽ ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് തിരിച്ചാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ വന്നു. ഹൈദരാബാദ് ടു ശ്രീനഗറായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. വൈകിട്ട് 6 മണിയായി ഇവിടെ എത്തിയപ്പോൾ. യാത്രയ്ക്ക് വളരെ കുഴപ്പമില്ലാത്ത നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇപ്പം ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഞാനും ചിത്തും ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവാണ്. ഇപ്പം ഇവിടെ ഒരു 6:45 നല്ല തണുപ്പാണ്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മളൊരു കോട്ട് എടുത്തില്ലായിരുന്നു. എൻ്റെ ഹാഫ് ജാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. പക്ഷെ നല്ല തണുപ്പാണ്. കുഴപ്പമില്ല, വേറെ ഇവിടുന്ന് കോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം ഈ യാത്ര നല്ല രസമാണ്. ഇതിലെ ഈ റൂട്ടൊക്കെ കാണാനൊക്കെ. പിന്നെ നമുക്ക് നല്ല 8ന്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ എയർടെലായിരുന്നു. അപ്പം എൻ്റെ നമ്മുടെ ഈ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുമ്പോഴും OTP ഒക്കെ വരേണ്ടത് ഞാൻ പുതിയ സിം എടുക്കാതെ എൻ്റെ എയർടെൽ പ്രീപെയ്ഡ് ഞാൻ പോസ്റ്റ് പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നല്ലൊരു പണിയായെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഓൺലൈൻ വഴി പോസ്റ്റ് പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷെ അത് സിം വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഇവിടുന്ന് 500 രൂപ കൊടുത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു സിം എടുക്കേണ്ടി വന്നു, ജിയോയുടെ സിം. അപ്പം നിങ്ങൾ അതിലൊക്കെ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ജിയോയുടെ ഒരു സിം എടുത്തിടുക. ജിയോയുടെ സിമ്മിനാണ് ഇവിടെ നെറ്റ്വർക്ക് കൂടുതൽ കവറേജും കൂടുതൽ. ജിയോയുടെ ഒരു സിം പോസ്റ്റ് പെയ്ഡ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പുറത്താണെങ്കിൽ ഒരു 200 രൂപ 250 രൂപയ്ക്കുള്ള സിമ്മിന്. പക്ഷെ എയർപോർട്ടിൽ തന്നെ 500 രൂപ വരെ വാങ്ങിച്ചു ഇവിടെ നിന്ന്. അങ്ങനെ എന്തായാലും കണക്ഷൻ വേണം. മൊബൈലിൽ കണക്ഷൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളിപ്പം വീണ്ടും അവിടുന്ന് ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. നല്ല തണുപ്പുണ്ട്. പിന്നെ സീസണും കൂടെ ആയതുകൊണ്ട് എയർപോർട്ടും എല്ലാം ഭയങ്കര തിരക്കാണ്. ഇവിടെ റോഡിലൊക്കെ നല്ല രസമാണ്. ആ ലൈറ്റ് കൂടുതലേക്ക് കണ്ടോ, അതായത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. സ്ട്രീറ്റ് ലൈറ്റ് പക്ഷെ നമ്മുടെ ഫ്ലാഗിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി കേട്ടോ. റോഡിലൊന്നും ഇപ്പോഴും ആൾക്കാർക്ക് കുറവാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മിക്ക ഷോപ്പുകളും ഇവിടെ അങ്ങ് അടയ്ക്കും, ഈ തണുപ്പായതുകൊണ്ട്. അതുപോലെ രാവിലെയും ലേറ്റായിട്ടാണ് ഷോപ്പുകളെല്ലാം തുറക്കുന്നത് തന്നെ. പിന്നെ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. നമ്മൾ ഡിസംബറിൽ വന്നാൽ എന്തുമായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇനിയിപ്പം നാളെ തൊട്ട് നമ്മൾ കാഴ്ചകൾ കാണും. നാളെ നമ്മൾ നേരെ പഹൽഗാമിലേക്ക് പോവുകയാണ്.
അപ്പം നാളെ തൊട്ട് നല്ല ഫുൾ വീഡിയോസും ഫുൾ പവറിൽ ഇടുന്നതാണ്.